ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്ത വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചു കൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു, അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞെരുങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ടു പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, നിന്റെ വചനത്താൽ നിൽക്കുന്ന നിന്റെ മകളെയും അത് കേൾക്കുന്ന നിന്റെ മക്കളെയും കൂടി ഉണ്ടായിരിക്കണമേ. ആമേൻ. ഈ ഭാഗത്ത് അടയാളം ചോദിക്കുന്ന പരീശന്മാരെ നമുക്ക് കാണാം. പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് അടയാളം അന്വേഷിക്കുന്ന തലമുറയെക്കുറിച്ച് ആത്മാവിൽ ഞെരുക്കിക്കൊണ്ട് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് യേശു തൻ്റെ പരീശന്മാരോട് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്പം പുളിച്ച മാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ അവരുടെ ദുരുപദേശങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നീതിക്കും ഉപരിയായി മാനുഷിക ആശയങ്ങളോടും അവർക്കുള്ള മുൻഗണനയും കാണിക്കുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ദുരുപദേശം നൽകുന്നത് അനേകരുണ്ട്. അവരുടെ ഒന്നും ചതിയിൽപ്പെടാതെ നാം ഇടം കൊടുക്കരുത്. പിശാച് നമുക്ക് ചുറ്റുപാടി നടക്കുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കണം. ഒരു ദുരുപദേശം പെട്ടുപോകാതെ ദൈവിക കൽപ്പന മാത്രം മാനിച്ചുകൊണ്ട് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.